നമസ്കാരം. ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമായ പല വിജയങ്ങളും പലയിടത്തുമുണ്ടായി. അതിലേറ്റവും ശ്രദ്ധ നേടിയത് കൊല്ലം ജില്ലയിൽ കോൺഗ്രസ് പാർട്ടിക്കുണ്ടായ UDF-നുണ്ടായ അസാധാരണമായ നേട്ടമാണ്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഷ്ടി 1-2 സീറ്റുകൾ മാത്രം നേടിയ കോൺഗ്രസ് പാർട്ടിയും UDF-ഉം വലിയ മുൻതൂക്കമാണ് കൊല്ലത്ത് നേടിയത്. കൊല്ലം കോർപ്പറേഷൻ കോൺഗ്രസ് പാർട്ടി അപ്രതീക്ഷിതമായി നേടിയെടുത്തു എന്ന് മാത്രമല്ല, കൊല്ലം ജില്ലയിൽ വിവിധയിടങ്ങളിൽ കോൺഗ്രസ് പാർട്ടി മിന്നുന്ന വിജയമാണ് നേടിയത്. ഇതിലേറ്റവും ശ്രദ്ധേയമായ നേട്ടം പത്തനാപുരം നിയമസഭാ മണ്ഡലത്തിന് കീഴിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ, ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തിലുമൊക്കെ നേടിയതാണ്. പത്തനാപുരത്തിന്റെ സ്ഥിരം നായകൻ എന്ന് വിശ്വസിക്കുന്ന മന്ത്രി ഗണേഷ് കുമാറിന് വലിയ തിരിച്ചടിയാണ് പത്തനാപുരത്തുണ്ടായത്. ഏതു മുന്നണി മാറിയാലും തന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്ന അമിതമായ ആത്മവിശ്വാസത്തിൽ ഗണേഷ് കുമാർ ആറാടുകയായിരുന്നു. ഈ അടുത്ത കാലത്ത് ഗതാഗത വകുപ്പ് മന്ത്രിയായതോടെ പത്തനാപുരത്തെ KSRTC ഒരു ഹബ്ബാക്കി വളർത്തുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പത്തനാപുരത്തേക്ക് ബസ്സുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇത്തരം മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടും ഗണേഷ് കുമാറിനുള്ള വിശ്വാസം പത്തനാപുരംകാർക്ക് പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്നതാണ് ശരി. പത്തനാപുരം നിയമസഭാ മണ്ഡലത്തിന്റെ കീഴിൽ ഒരുമാതിരിപ്പെട്ട എല്ലായിടത്തും തന്നെ ഇടതുമുന്നണി പുറത്താക്കപ്പെട്ടു. പത്തനാപുരം നിയമസഭാ മണ്ഡലത്തിന് കീഴിലുള്ള 8 ഗ്രാമപഞ്ചായത്തുകളിൽ 6ഉം UDF പിടിച്ചെടുത്തു. അതിൽ ഒരിടത്ത് അധികാരം നഷ്ടപ്പെട്ടത് കേവലം 3 വോട്ടിന് ഒരു വാർഡിൽ തോറ്റതുകൊണ്ടാണ്. ആ ഒരു തോൽവി ഒഴിവാക്കിയിരുന്നെങ്കിൽ 8ൽ 7ഉം UDF-ൻ്റെതാകുമായിരുന്നു. മറ്റൊരിടത്ത് 2 സീറ്റിന്റെ വ്യത്യാസത്തിലാണ് പഞ്ചായത്ത് നഷ്ടപ്പെട്ടത്. ഇതിൽ തന്നെ പത്തനാപുരം ഗ്രാമപഞ്ചായത്തും പട്ടാഴി വടക്കേക്കര ഗ്രാമപഞ്ചായത്തും UDF പിടിച്ചെടുക്കുന്നത് 50 വർഷത്തിനിടയിൽ ആദ്യമായാണ്. കഴിഞ്ഞ 50 വർഷമായി പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് LDF-ന്റെ കോട്ടയായിരുന്നു. പട്ടാഴി വടക്കേക്കര പഞ്ചായത്തിന്റെ അവസ്ഥയും അതുതന്നെ. ആ 2 പഞ്ചായത്തുകളും ഇക്കുറി UDF പിടിച്ചെടുത്തു. എറണാകുളത്തും കോട്ടയത്തും ഇടുക്കിയിലും പത്തനംതിട്ടയിലും UDF-ന് നേട്ടമുണ്ടാക്കിയത് മനസ്സിലാക്കാൻ കഴിയും. അവിടെ വലിയൊരു ഷിഫ്റ്റ് വോട്ടിംഗ് പാറ്റേണിൽ ഉണ്ടായി, മലപ്പുറത്തുണ്ടായതുപോലെ തന്നെ. എന്നാൽ എങ്ങനെയാണ് CPM-ന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള കൊല്ലം ജില്ലയിലെ പത്തനാപുരത്ത് ഇത്രയും വലിയൊരു അടിയൊഴുക്ക് സംഭവിച്ചത്? കൊല്ലം ജില്ല ഇടതുമുന്നണിയുടെ കോട്ടയാണെന്നറിയാം. അവിടെ എങ്ങനെയാണ് ഒരു നിയമസഭാ മണ്ഡലത്തിൽ മാത്രം ഇത്ര വലിയ ഷിഫ്റ്റ് ഉണ്ടായത്? ഏതാണ്ട് 25,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഗണേഷ് കുമാർ ജയിച്ച മണ്ഡലമാണ്. ഗണേഷ് കുമാറിന്റെ കാൽച്ചുവട്ടിലെ മണ്ണ് മുഴുവൻ എങ്ങനെയാണ് ഒലിച്ചുപോയത്? ഒരു സംശയവും വേണ്ട, ജ്യോതികുമാർ ചാമക്കാല എന്നു പേരുള്ള ഒരു നേതാവിന്റെ മിടുക്ക് മാത്രമാണ് അതിന്റെ കാരണം. പൊതുവെ UDF-ന് അനുകൂലമായ ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായതിനൊപ്പം ഒരു നേതാവ് തന്റെ ജീവിതം മുഴുവൻ ഒരു നാടിനു വേണ്ടി മാറ്റിവെച്ചാൽ എന്ത് സംഭവിക്കും എന്നതിന്റെ തെളിവാണ് പത്തനാപുരത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണിത്. ഏതെങ്കിലും ഒരു നേതാവ് ഒരു നാടിനു വേണ്ടി മുഴുവൻ സമയം ചെലവഴിച്ചാൽ റിസൾട്ട് കിട്ടും എന്ന് കൃത്യമായി തെളിയുകയാണ് ജ്യോതികുമാർ ചാമക്കാലയുടെ അസാധാരണമായ ഇടപെടൽ. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജ്യോതികുമാറിന് പത്തനാപുരം സീറ്റ് UDF കൊടുത്തത് ഒരിക്കലും ജയിക്കില്ല എന്ന ഉറപ്പിലാണ്. അറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു ജ്യോതികുമാർ പത്തനാപുരത്ത് പോയി പ്രവർത്തനം ആരംഭിച്ചത്. വലിയ തോതിൽ പ്രവർത്തനം നടത്തിയെങ്കിലും LDF-ന്റെ തരംഗത്തിൽ ഗണേഷ് കുമാർ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. ജ്യോതികുമാർ വീണുപോയി. പല UDF നേതാക്കളും തോൽവി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സ്ഥലം വിടും. പിന്നെ അവർ അതിനേക്കാൾ സുരക്ഷിതമായ ഒരു മണ്ഡലത്തിന് വേണ്ടി കാത്തിരിക്കും. അവർ കൂടുതൽ സമയം ശ്രദ്ധിക്കുന്നത് വിജയസാധ്യതയുള്ളൊരു മണ്ഡലം പിടിച്ചെടുക്കാനാണ്. എന്നാൽ ജ്യോതികുമാർ ചെയ്തത് അങ്ങനെയായിരുന്നില്ല. തൻ്റെ മണ്ഡലം പത്തനാപുരമാണ് എന്ന് തിരിച്ചറിഞ്ഞ് പത്തനാപുരത്ത് തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ ജ്യോതികുമാർ തീരുമാനിച്ചു. വിജയിക്കില്ല എന്ന് ഉറപ്പായതുകൊണ്ട് ആർക്കും വേണ്ടാതിരുന്ന ഒരു മണ്ഡലം തനിക്ക് കിട്ടിയപ്പോൾ അത് തന്നെയാണ് തൻ്റെ ഇടം എന്ന് തിരിച്ചറിഞ്ഞ് ജ്യോതികുമാർ അവിടെ തന്നെ താമസം ഉറപ്പിച്ചു. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ജ്യോതികുമാർ കുറഞ്ഞത് ഒരു 20,000 വീടുകളിൽ പോയിട്ടുണ്ട്. ഈ മണ്ഡലത്തിൽ എവിടെ കല്യാണമോ ചരമമോ മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജ്യോതികുമാർ ചെല്ലും. ജനപ്രതിനിധി അല്ലാതിരുന്നിട്ടും ജ്യോതികുമാർ നിശബ്ദം പത്തനാപുരത്തിന് വേണ്ടി പ്രവർത്തിച്ചു. ജ്യോതികുമാറിനെ അറിയാത്ത ഒരു മനുഷ്യരും പത്തനാപുരത്തില്ലാതായി. അങ്ങനെ അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് ജ്യോതികുമാർ ഇറങ്ങിച്ചെന്നപ്പോൾ അവർക്ക് ജ്യോതിയെ പിന്തുണയ്ക്കാതിരിക്കാൻ കഴിയാതായി. വാസ്തവത്തിൽ ജ്യോതിയുടെ ഈ ഇടപെടൽ തന്നെയാണ് പത്തനാപുരത്ത് UDF-ന് ഇത്രയും വലിയ നേട്ടം കൈവരിക്കാൻ കാരണമായത്. വാസ്തവത്തിൽ സകല രാഷ്ട്രീയ നേതാക്കളും കണ്ടു പഠിക്കേണ്ട മാർഗമാണിത്. തെരഞ്ഞെടുപ്പാകുമ്പോൾ വരിക, ജയിച്ചാലും തോറ്റാലും അതിനുശേഷം സ്ഥലം വിടുക. പ്രത്യേകിച്ച് തോറ്റാൽ സ്ഥലം കാലിയാക്കുക എന്ന വഴിയല്ല, തോറ്റാലും ജയിച്ചാലും മണ്ഡലത്തോടൊപ്പം നിൽക്കും എന്ന നിലപാടാണ് ജ്യോതികുമാറിന്റെ ജാതകം തെളിയിച്ചത്. വാസ്തവത്തിൽ ഗണേഷ് കുമാർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. ഇടതുവിരുദ്ധ തരംഗം ആഞ്ഞുവീശിയാലും തന്റെ വിജയസാധ്യതയെ ഒരു തരത്തിലും ബാധിക്കില്ല എന്ന
അമിതമായ ആത്മവിശ്വാസം ഗണേഷ് കുമാറിനുണ്ടായിരുന്നു. എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഈ കൊടുങ്കാറ്റ് കണ്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് ഗണേഷ് കുമാർ. അത്രമാത്രം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ജ്യോതികുമാർ ചാമക്കാല ഉണ്ടാക്കിയ ആത്മബന്ധം ഗണേഷ് കുമാറിന് വലിയ വിനയായി മാറും. പത്തനാപുരം മണ്ഡലത്തിന് കീഴിൽ എന്താണ് സംഭവിച്ചത്, അവിടുത്തെ റിസൾട്ട് എന്താണ് എന്ന് ജ്യോതികുമാർ മറുനാടനോട് പറഞ്ഞത് കേൾക്കുക. കൊല്ലം ജില്ലയിൽ പത്തനാപുരം നിയോജകമണ്ഡലം ഈ കോർപ്പറേഷൻ കഴിഞ്ഞാൽ കോർപ്പറേഷനിൽ ആർക്കും ഭൂരിപക്ഷമില്ല. UDF ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. അത് കഴിഞ്ഞാൽ ഏറ്റവും തിളക്കമാർന്ന വിജയം കിട്ടിയിട്ടുള്ളത് പത്തനാപുരത്താണ്. പത്തനാപുരം അസംബ്ലി മണ്ഡലത്തില് 8 പഞ്ചായത്തുകളാണ് ഉള്ളത്. ഈ 8 പഞ്ചായത്തില് 6 പഞ്ചായത്തിലും വിജയിക്കുവാൻ കഴിഞ്ഞു. നഷ്ടപ്പെട്ട 2 പഞ്ചായത്തിൽ ഒരു പഞ്ചായത്തില് ഒരു സീറ്റിന്റെ വ്യത്യാസത്തിനാണ് പോയത്. അതിൽ ആ ഒരു സീറ്റ് നമ്മൾ നഷ്ടപ്പെടുത്തിയത് 3 വോട്ടിനാണ്. രണ്ടാമത്തെ പഞ്ചായത്തിൽ 2 സീറ്റിന്റെ വ്യത്യാസമാണ്. അത് പ്രാദേശികമായി നമുക്കുണ്ടായ ഒരു വീഴ്ചയുടെ ഭാഗമായിട്ടുണ്ടായത്. അത് പരിഹരിക്കാവുന്നതാണ്. ഇപ്പൊ എനിക്കത് കുറ്റബോധമുണ്ട്. അതുകൂടെ ജയിക്കാമായിരുന്നു എന്നെനിക്ക് ഉറപ്പുമുണ്ട്. ഏതായാലും വലിയ വിജയമാണ് ഗ്രാമപഞ്ചായത്തുകളിൽ 8ൽ 6 ഉണ്ടായിട്ടുള്ളത്. ഈ 6 തന്നെ പത്തനാപുരം പഞ്ചായത്ത് 50 വർഷത്തിന് ശേഷവും പട്ടാഴി വടക്കേക്കര 50 വർഷത്തിന് ശേഷവുമാണ് UDF പിടിച്ചടക്കുന്നത്. ഇതിൽ പട്ടാഴി വടക്കേക്കരയിൽ നേരത്തെ റിസർവേഷൻ SC റിസർവേഷൻ ആയിരുന്നപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റാകാൻ LDF കൈവശം മെമ്പർമാരില്ലാതെ വന്നപ്പോൾ UDFകാരനായ SC വിഭാഗത്തിൽപ്പെട്ട പ്രതിനിധി പഞ്ചായത്ത് പ്രസിഡന്റായി സാങ്കേതികമായി എന്നതൊഴിച്ചാൽ 50 വർഷത്തിലേക്ക് നമുക്ക് ഭൂരിപക്ഷം ലഭിച്ചിട്ടേയില്ല. അങ്ങനെ 50 വർഷത്തിനിടയിൽ കിട്ടാത്ത 2 പഞ്ചായത്തുകൾ ഉൾപ്പെടെയാണ് 8ൽ 6 പഞ്ചായത്തുകൾ നമുക്ക് പിടിച്ചെടുക്കുവാൻ കഴിഞ്ഞത്. ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച്. ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് നമുക്ക് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് 14 ഡിവിഷനുള്ള ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പരിപൂർണമായിട്ടും 15 ഡിവിഷനുള്ള വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്തിന്റെ 6 ഡിവിഷനുകൾ പത്തനാപുരം നിയോജകമണ്ഡലത്തിലുമാണ്. അങ്ങനെ പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന ഈ 14 ഡിവിഷനുകളും വെട്ടിക്കവല അത് പരിപൂർണമായിട്ടും വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന 6 ഡിവിഷനുകളുമാണ് പത്തനാപുരം അസംബ്ലി സെഗ്മെന്റ് പരിധിയിൽ വരുന്നത്. അതിൽ പത്തനാപുരം ബ്ലോക്കിൽ 14 വാർഡുകളുള്ളതിൽ 10 വിജയിക്കുവാൻ UDF കഴിഞ്ഞിട്ടുണ്ട്. 10 കോൺഗ്രസുകാർ തന്നെയാണ്. വെട്ടിക്കവല അപ്പോൾ അങ്ങനെ 14-10 ലഭിച്ചുകൊണ്ട് വെട്ടിക്കവല ബ്ലോക്ക് പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് UDF നേടി. വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്തിന്റെ അവസ്ഥ പറയുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ ബോധ്യപ്പെടും. വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്തിൽ ഞാൻ പറഞ്ഞതുപോലെ 15 ഡിവിഷനുള്ളതിൽ 6 ഡിവിഷനുകൾ പത്തനാപുരം അസംബ്ലി സെഗ്മെന്റിന്റെ ഭാഗമായിട്ടും ബാക്കിയുള്ളവ തൊട്ടടുത്തുള്ള നിയോജകമണ്ഡലങ്ങളുടെ ഭാഗമായിട്ടും വരുന്നതാണ്. അതിൽ ഈ 15 നമ്മുടെ പത്തനാപുരം നിയോജകമണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന 6 സെഗ്മെന്റിൽ നമ്മൾ ജയിച്ചു. പക്ഷേ വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്ത് വിജയിക്കുവാൻ കഴിഞ്ഞില്ല. UDF ലഭിച്ചില്ല. കാരണം അപ്പുറത്തുള്ള 9 ഡിവിഷനുകളിൽ ഒരു ഡിവിഷനിൽ മാത്രമാണ് UDF ജയിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ വ്യക്തമായി കാണാം എത്രത്തോളം നമ്മുടെ വിജയം കമ്പയർഡ് ടു അതർ കോൺസ്റ്റൻസീസ് എങ്ങനെയാണ് നമ്മുടെ വിജയം എത്ര ഗംഭീരമായിരുന്നു എന്ന്. നമ്മുടെ ഭാഗത്തുണ്ടായിരുന്ന 6 വിജയിച്ചപ്പോൾ അപ്പുറത്തുണ്ടായിരുന്ന 9 ഡിവിഷനുകളിൽ ഒരെണ്ണം മാത്രമേ ജയിക്കാൻ കഴിഞ്ഞുള്ളൂ. അതുകൊണ്ട് ആ വെട്ടിക്കവല പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണസാരഥ്യം UDF ലഭിച്ചിട്ടില്ല. പക്ഷെ പത്തനാപുരം പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണസാരഥ്യം പരിപൂർണമായി നമ്മുടെ കയ്യിലാവുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ 20 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകൾ പത്തനാപുരം അസംബ്ലി സെഗ്മെന്റിന്റെ പരിധിയിൽപ്പെടുമ്പോൾ ആ 20ൽ 16 എണ്ണത്തിലും UDF ജയിക്കുവാൻ കഴിഞ്ഞു. ഈ 20 ബ്ലോക്ക് പഞ്ചായത്തുകൾ പത്തനാപുരം അസംബ്ലി സെഗ്മെന്റ് പരിധിയിൽ വരുന്നു എന്ന് പറഞ്ഞതിൽ അത് ഞാൻ പറഞ്ഞതുപോലെ 16 എണ്ണം പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിപൂർണമായിട്ടുള്ളതും വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന 6 എണ്ണവും ഈ 20 ബ്ലോക്ക് പഞ്ചായത്തിന്റെയും വോട്ടിംഗ് ശതമാനം എടുത്താൽ UDF LDF 7351 വോട്ടിന്റെ ലീഡുണ്ട്. UDF LDF 7351 വോട്ടിന്റെ ലീഡുണ്ട്. അപ്പോ ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിൽ കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ മത്സരിച്ച എല്ലാ ഡിവിഷനുകളും പരാജയപ്പെട്ടു. ഇനി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കാണ്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ പരിപൂർണമായും ഈ അസംബ്ലി സെഗ്മെന്റിൽ വരുന്നത് 2 എണ്ണമാണ്. ഒന്ന് പത്തനാപുരവും ഒന്ന് തലവൂരും. പിന്നെ 2 പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന വെട്ടിക്കവല ഡിവിഷനുമുണ്ട്. അതില് വെട്ടിക്കവല ഡിവിഷൻ നമ്മൾ ജയിച്ചു. തലവൂർ ഡിവിഷൻ ചരിത്രത്തിലാദ്യമായി നമ്മൾ ജയിക്കുന്നു. ആദ്യമായിട്ടാണ് ജയിക്കുന്നത്. പത്തനാപുരം ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ നമ്മൾ 1500 വോട്ടിന് തോറ്റു.
അത് തോൽക്കാൻ കാരണം UDF-ന് തന്നെ 2 സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. കൈപ്പത്തി ചിഹ്നത്തിൽ ഒരാളും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് മറ്റൊരാളും. അത് അവസാന നിമിഷം DCC-യിൽ നടന്ന ചർച്ചകളെ തുടർന്നാണ് കോൺഗ്രസ് ഈ സീറ്റ് ഏറ്റെടുത്തത്. പക്ഷേ കേരള കോൺഗ്രസ് പരിപൂർണമായും വിട്ടുപോകാതിരുന്നുകൊണ്ടാണ് അവിടെ 1500 വോട്ടിന്റെ കുറവിൽ നമ്മൾ പരാജയപ്പെട്ടത്. എന്നാൽ ബാക്കി 2 ഡിവിഷനുകളും നല്ല ഭൂരിപക്ഷത്തിൽ നമ്മൾ ജയിച്ചു. അവിടെയും 6000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ജില്ലാ പഞ്ചായത്തിന്റെ കണക്കെടുത്താലുമുണ്ട്. ഈ ജില്ലാ അടിസ്ഥാനത്തിൽ കണക്കെടുത്താൽ കൊല്ലം ജില്ലയിൽ UDF-ന് 32 പഞ്ചായത്തുകളാണ് ലഭിച്ചിട്ടുള്ളത്. 11 അസംബ്ലി സെഗ്മെന്റിൽ നിന്ന് 32 പഞ്ചായത്തുകൾ. അതിൽ പത്തനാപുരം അസംബ്ലി സെഗ്മെന്റിൽ നിന്നാണ് ആ 32 പഞ്ചായത്തുകളിലെ 6 പഞ്ചായത്തുകളും പത്തനാപുരം അസംബ്ലി സെഗ്മെന്റിൽ തന്നെയാണ്. ബാക്കി 26 പഞ്ചായത്തുകൾ മാത്രമാണ് 10 അസംബ്ലി സെഗ്മെന്റുകളിൽ നിന്നും UDF-ന് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ആ കണക്ക് പറയുമ്പോഴും നമുക്ക് വളരെ വ്യക്തമാകുന്നുണ്ട് പത്തനാപുരത്തെ വിജയം എത്ര മഹത്തരമായിരുന്നു. ഇനി കേരള കോൺഗ്രസിന്റെ ചരിത്രമെടുത്താൽ കേരള കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയം ബാലകൃഷ്ണപിള്ള സാർ മരിച്ചതിന് ശേഷം നടന്നിട്ടുള്ള ആദ്യ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിന്റെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ മത്സരിച്ചിരുന്നു, പരാജയപ്പെട്ടു. ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിൽ മത്സരിച്ചു, പരാജയപ്പെട്ടു. ഞാൻ പറയുന്നത് പത്തനാപുരം നിയമമണ്ഡലത്തെക്കുറിച്ചാണ്. പത്തനാപുരം നിയമമണ്ഡലത്തിന്റെ പരിധിയിൽപ്പെടുന്ന ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലും, ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ വെട്ടിക്കുവല ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ അവരാ മത്സരിച്ചത്, തോറ്റുപോയി. ബ്ലോക്ക് പഞ്ചായത്തുകൾ ഒന്നിലധികം സീറ്റുകളിൽ അവർ ഡിവിഷനുകളിൽ അവർ മത്സരിച്ചിരുന്നു, പരാജയപ്പെട്ടു. ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ 150 വാർഡും 20 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനും 3 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനും ഉൾപ്പെടുന്നതാണ് പത്തനാപുരം അസംബ്ലി സെഗ്മെന്റ്. ആ 150 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ വെറും 6 വാർഡുകളിൽ മാത്രമാണ് കേരള കോൺഗ്രസ് ബിക്ക് ജയിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. 150-ൽ 6 അപ്പോ 150-ൽ 6 ജയിച്ചു എന്ന് പറയുമ്പോൾ 4% സീറ്റുകളിലാണ് അവർക്ക് ജയിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. അവർ മത്സരിച്ച എണ്ണവും ഏകദേശം 20 എനിവേ, അപ്പോ ഈ 6 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ ജയിച്ചു എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഒരു ഗ്രാമപഞ്ചായത്ത് വാർഡ് അവർ ജയിച്ചത് നറുക്കിനിട്ടാണ്, കൈയായപ്പോ വോട്ടിനിട്ടാണ് ജയിച്ചത്. അങ്ങനെ വളരെ തുച്ഛമായ വോട്ടുകൾക്കാണ് ഈ 6 ഗ്രാമപഞ്ചായത്ത് ഡിവിഷനുകളിൽ 6 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ ജയിച്ചിട്ടുള്ളത്. അപ്പോൾ കേരള കോൺഗ്രസ് തറപറ്റിപ്പോയി. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന് കിട്ടിയ സീറ്റുകളുടെ എണ്ണമെടുത്താൽ അത് LDF-ന്റെ മുഴുവൻ കക്ഷികളുടെയും സീറ്റുകൾ കൂട്ടുന്നതിനേക്കാൾ കൂടുതലായിട്ട് വരും. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, CPM-ഉം CPI-യും കേരള കോൺഗ്രസും ഒരുപോലെ ശക്തരായിരിക്കുന്ന ഒരു പ്രദേശമാണ് പത്തനാപുരം. അവിടെ നമുക്ക് കോൺഗ്രസിനെ UDF-നെ സംബന്ധിച്ച് കോൺഗ്രസ് ആണ് പ്രബല കക്ഷി. പേരിന് ലീഗ് ഉണ്ട്, കേരള കോൺഗ്രസ് ഉണ്ട് എന്ന് ഒഴിച്ചാൽ 150 ഗ്രാമപഞ്ചായത്ത് വാർഡിൽ 140-ലും മത്സരിച്ചത് കോൺഗ്രസ് തന്നെയാണ് എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ ഘടകകക്ഷികളെ കമ്പയർ ചെയ്യാൻ പറ്റുന്നത് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാവും. അപ്പോൾ 150-ൽ 140-ലും കോൺഗ്രസ് ആണ് മത്സരിച്ചത്. LDF-ല് എല്ലാവർക്കും കൂടെ കിട്ടിയ സീറ്റിനേക്കാൾ കൂടുതൽ കോൺഗ്രസിന് മാത്രമായി സീറ്റ് കിട്ടിയിട്ടുണ്ട്. UDF-നും നമുക്ക് വലിയ മെച്ചമാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും സമ്പൂർണ്ണ ആധിപത്യം സ്ഥാപിക്കുവാൻ ഈ പത്തനാപുരം നിയമമണ്ഡലത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ചരിത്ര വിജയമാണ്. ചരിത്രത്തിലാദ്യമായിട്ടാണ് ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ കിട്ടുന്നത്. ചരിത്രത്തിലാദ്യമായിട്ടാണ് ഈ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ഇത്രയും വലിയ മെച്ചമുണ്ടാകുന്നത്. തലവൂർ ഡിവിഷനിൽ ലഭിക്കുന്നത് ആദ്യമായിട്ടാണ്. 50 വർഷത്തിന് ശേഷം ലഭിച്ച പഞ്ചായത്തുകളുടെ കാര്യം ഞാൻ പറഞ്ഞു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും വലിയ വിജയം നമുക്കിവിടെ നേടുവാൻ കഴിഞ്ഞിട്ടുണ്ട്.